ഹലോ എല്ലാവർക്കും എജുപോർട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ഞാൻ ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്ന അഫ്ലേസ് സാറാണ്. അപ്പോൾ നമുക്കറിയാം ബിസിനസ് ഒക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും അല്ലേ. നമുക്കൊരു 4 ദിവസം ലീവ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങാനുള്ള സമയം നമുക്ക് സ്റ്റഡി ലീവ് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം, പഠിച്ച് കഴിയാനായവരുണ്ട്, റിവിഷൻ ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ പറയുന്നുണ്ട് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. അപ്പോൾ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസിന്റെ ഭാഗം എന്നൊക്കെ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങോട്ട് പോവാം, ഇൻഷുറൻസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യാം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇൻഷുറൻസിന്റെ ഭാഗം ഈ വീഡിയോയോട് കൂടി നമ്മൾ എന്താക്കുകയാണ്, നമ്മൾ പക്കയാക്കുകയാണ്, ഇതോടുകൂടി പഠിച്ച് കഴിഞ്ഞിരിക്കണം കേട്ടോ ഇതോട് കൂടിയിട്ട്. അപ്പൊ നമുക്ക് ഇൻഷുറൻസിൽ എന്താണെന്ന് അറിയാം, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസിലേക്ക് നമുക്ക് നേരെ പോവാം കേട്ടോ. അപ്പൊ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസിൽ ഏകദേശം 7ഓളം പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 7 പ്രിൻസിപ്പിൾസ് പഠിച്ച മക്കളെ എന്തായാലും നമുക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും, ബാക്കി മാർക്കിനൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് 7 പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ളത് പഠിക്കുമ്പോൾ അല്ല, പ്രിൻസിപ്പിൾസ് പഠിക്കുമ്പോൾ പ്രിൻസിപ്പിൾസിന്റെ വേർഡ്സ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ബാക്കിയുള്ളവർക്ക് നമുക്ക് വേർഡ്സ് കേട്ടാൽ തന്നെ ചിലപ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി പഠിച്ചാലേ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾസിലേക്ക് പോലെ ഫസ്റ്റ് തന്നെ ഔട്ട്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നല്ലേ. അതിൽ തന്നെ നമുക്ക് പറയാം ഉത്തമ വിശ്വാസം എന്ന് നമുക്കറിയാം. എന്തായാലും 2 പാർട്ടീസും എന്തായിരിക്കണം വിശ്വസിക്കാൻ. നമുക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മളും സത്യസന്ധമായിരിക്കണം, ഇൻഷുറൻസ് തരുന്ന കമ്പനിക്കും എന്ത് പിന്നെ ആ ഒരു വിശ്വാസം ഗുഡ് ഫെയ്ത്ത് ആണ് അവിടെ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് കൃത്യമായിട്ടുള്ള മറുപടി, സത്യസന്ധമായിട്ടുള്ള മറുപടി അവർക്കും, അവരോട് ചോദിച്ചാൽ അവരും എന്ത് ചെയ്യണം, സത്യസന്ധമായ മറുപടി തിരിച്ചു തരണം എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഉത്തമ വിശ്വാസം എന്നുള്ള പ്രിൻസിപ്പിൾ. രണ്ടാമതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം. നമ്മൾ എന്തിലാണോ ഇൻഷുറൻസ് എടുക്കുന്നത് ആ ഇൻഷുർ എടുക്കുന്ന സാധനത്തിൽ നമുക്ക് എന്ത് വേണം, ഒരു ഇൻട്രസ്റ്റ് വേണം എന്നുള്ളതാണ്. നമുക്ക് താല്പര്യമുള്ള വസ്തുക്കളിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് എടുക്കുന്നത്. ലൈഫ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ലൈഫിലാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത്. നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ വെഹിക്കിളിലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടില്ലേ. അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതിലായിരിക്കണം ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ഇൻഷുർ ചെയ്യാനുള്ള താല്പര്യം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ ആണ്, നഷ്ടപരിഹാരത്തിന്റെ തത്വങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ, ഇൻഷുറൻസ് കൊണ്ട് ഒരിക്കലും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് എന്ത് നഷ്ടമാണോ വന്നത് ആ നഷ്ടത്തിനുള്ള ഇതാണ് കോമ്പൻസേഷൻ ആണ് ആര് തരുന്നത്, ഇൻഷുറൻസ് കമ്പനി തരുന്നത്. നമ്മുടെ കാർ ആക്സിഡന്റ് ആവുന്നു, ആ കാറിനെ റിപ്പയർ ചെയ്യാൻ എത്ര കോസ്റ്റ് ആണ് വരുന്നത്, അതാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻഷുറൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നമുക്ക് അതിൽ എന്തുണ്ടാക്കാൻ പറ്റില്ല, ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആണ് എന്ത് പറയുക, ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ. അവിടെ മാത്രം ഒറ്റ മാറ്റമാണ് നമ്മൾ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് ലൈഫ് ഇൻഷുറൻസിൽ ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ എന്തല്ല, ബാധകമല്ല. ലൈഫ് ഇൻഷുറൻസിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്താലും കൂടുതൽ പണം നമുക്ക് കിട്ടാറുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള എല്ലാ ജനറൽ ഇൻഷുറൻസിലും ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ വർക്ക് ആവുന്നുണ്ട്. എന്താണോ നമുക്ക് വന്നിട്ടുള്ള നഷ്ടം, ആ നഷ്ടത്തിനുള്ള ലോസിനുള്ളതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് കോമ്പൻസേഷൻ ആയിട്ട് കിട്ടുന്നത്. അടുത്തതാണ് കോസ പ്രോക്സിമ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ നിയറസ്റ്റ് കോസ് എന്നാണ് പറയുന്നത്. എന്താണ് നിയറസ്റ്റ് കോസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും അടുത്തുണ്ടായ അപകടത്തിനാണ് നമുക്ക് എന്ത് കിട്ടുക, ഇൻഷുറൻസ് കിട്ടുക എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസ പ്രോക്സിമ എന്ന് പറയുന്നത്. അടുത്താണ് സബ്രഗേഷൻ, പകരം വെക്കൽ എന്ന് പറയുന്നത്. സബ്രഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കാർ ആക്സിഡന്റ് ആയിട്ട് ടോട്ടൽ ലോസ് ആവുകയാണ് എന്ന് വിചാരിക്കും. നമ്മൾ മൊത്തം ആ ഒരു അസറ്റിനുള്ള മുഴുവൻ പണവും ഇൻഷുറൻസ് കമ്പനി നമുക്ക് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ നമ്മുടെ ആ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണം, ഇൻഷുറൻസ് കമ്പനിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. ഇപ്പൊ കാർ എന്തായി ഫുള്ള് കത്തി നശിച്ചു പോയി, അപ്പൊ എന്ത് ചെയ്യുന്നു, കാറിന്റെ മൊത്തം വാല്യൂ നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ആ കത്തിയ കാർ ആര് കൊണ്ടുപോകും, ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോകും. ഇനി ആക്സിഡന്റ് ആവുകയാണെങ്കിൽ, ആക്സിഡന്റ് ആയ കാറ് ഇനി നന്നാക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് കാറിന്റെ വാല്യൂ തരും. എന്നിട്ട് കാർ ആർക്ക് കൊടുക്കണം, ഇൻഷുറൻസ് കമ്പനി തിരിച്ചു കൊടുക്കണം. വാല്യൂയും കാറും എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെമിനിറ്റി പ്രിൻസിപ്പിൾ എന്താക്കും, ബാധകമല്ല അല്ലെ. അപ്പൊ നമുക്ക് കാർ വിറ്റ് വീണ്ടും ലാഭം ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കാതിരിക്കാനാണ് സബ്രഗേഷൻ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കോൺട്രിബ്യൂഷൻ, സംഭാവന എന്ന് പറയുന്നതാണ്. ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ കാറിന് 2 ഇൻഷുറൻസ് എടുക്കുന്നു, 2 കമ്പനി പോയി ഇൻഷുറൻസ് എടുക്കുന്നു, എന്റെ കാർ ആക്സിഡന്റ് ആവണു. അപ്പൊ എനിക്ക് എന്ത് കിട്ടുന്നു, നമുക്ക് 1 ലക്ഷം രൂപയുടെ കോസ്റ്റ് വരുന്നു. അപ്പൊ ഞാൻ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഞാൻ 2 കമ്പനിയിൽ നിന്ന് ഓരോ ലക്ഷം വാങ്ങി ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നടക്കോ, ഇല്ല, നടക്കത്തില്ല. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്, 2 കമ്പനിയും അവരുടെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്രയും നമുക്ക് തരുള്ളൂ. ടോട്ടലി എനിക്ക് എത്ര രൂപയെ കിട്ടുള്ളൂ, 2 കമ്പനിയിൽ നിന്ന് കൂടി 1 lakh rupees കിട്ടുള്ളൂ. എത്രയാണോ എനിക്ക് ലോസ് വന്നത്, അല്ലെങ്കിൽ എനിക്ക് എത്രയാണോ കോസ്റ്റ് വന്നത്, അത് മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, എനിക്ക് തരത്തുള്ളൂ. ലാസ്റ്റ് ആണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്നത്. എന്താണ്, നഷ്ടലഘൂകരണത്തിനുള്ള തത്വം എന്ന് പറയുന്നത്. എന്താണ് അത് പറഞ്ഞാല്, മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമ്മുടെ
ഇൻഷുറൻസ് ഉണ്ട് എന്ന് വിചാരിച്ചു നമ്മൾ പോയി കാർ ആക്സിഡന്റ് ആക്കാനൊന്നും പാടില്ല. അതേപോലെ തന്നെ ഒരു ഫയർ ഇൻഷുറൻസ്, നമ്മുടെ വീടിന് തീ പിടിച്ചു, വീടിന് തീ പിടിക്കുന്നത് ഞാനിങ്ങനെ പുറത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ട് പറയാണ് തീ അണയ്ക്കുന്നില്ല എന്നോട് ആൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്, ഇതിപ്പോൾ ഫുള്ള് കത്തി നശിച്ചാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നിൽക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് എത്രത്തോളം ലോസ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും ലോസ് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചിരിക്കണം എന്നുള്ളതാണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ 7ഓളം പ്രിൻസിപ്പിൾസ് മാത്രം പഠിച്ചു വെച്ച മക്കളെ നമുക്ക് ഈസി ആയിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അത് ഇതാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഏതാണ് ഇതിൽ പറയുന്ന വേറൊതാണ്, 2 തരത്തിൽ നമുക്ക് എന്തുണ്ട്, ഇൻഷുറൻസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പോളിസിയും അതേപോലെ തന്നെ ജനറൽ ഇൻഷുറൻസും അല്ലെ. അപ്പൊ ഈ ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ കുറച്ച് ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉണ്ട്. നമ്മുടെ മോഡൽ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ പബ്ലിക് എക്സാമിലൊക്കെ വന്നാലോ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ചിലപ്പോൾ ഒരു 3 മാർക്കിന്റെ ചോദ്യമായിരിക്കാം, ഏതെങ്കിലും 3 ലൈഫ് ഇൻഷുറൻസ് പോളിസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ഫസ്റ്റത്തേതാണ് ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത്, ആജീവനാന്ത ലൈഫ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ മരണപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ അത് പോളിസി ഉള്ള എമൗണ്ട്, ക്ലെയിം എമൗണ്ട് കിട്ടുള്ളൂ. നമുക്കല്ല കിട്ടുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ് കിട്ടുക. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ ലൈഫ് പോളിസി എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണോ മരണപ്പെടുന്നത്, അപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് നമുക്ക് എന്ത് കിട്ടുന്നു, പണം കിട്ടുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോൾ ലൈഫ് പോളിസി എന്ന് പറയും. രണ്ടാമതാണ് എൻഡോമെന്റ് പോളിസി എന്ന് പറയുന്നത്, മലയാളത്തിലും എൻഡോമെന്റ് പോളിസി എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇൻഷുറൻസ് കമ്പനി പേ ഫിക്സ്ഡ് സം ഓഫ് ഇൻഷുർഡ് അറ്റൈൻസ് എ പെർട്ടിക്കുലർ ഏജ് ഓർ ഹിസ് ഡെത്ത് വിച്ച് എവർ ഈസ് ഏർലിയർ എന്ന് പറയുന്നതാണ്. ഞാൻ എന്റെ 60-ാം വയസ്സ് വരെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ 60-ാം വയസ്സിൽ അതിന് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ അതിന്റെ ടോട്ടൽ എമൗണ്ട് എനിക്ക് കിട്ടുന്നു. ഇനി അതല്ല അതിന് മുന്നേ ഞാൻ മരണപ്പെടുന്നുണ്ടെങ്കിൽ ഏതാണോ ഏർലിയർ ഫസ്റ്റ് എത്തുന്നത് അതിന് നമുക്ക് എന്ത് കിട്ടുന്നു, പണം കിട്ടുന്നു എന്നുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ എൻഡോമെന്റ് പോളിസി എന്ന് പറയുന്നത്. അടുത്തതാണ് ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു പോളിസി നമ്മൾ എന്ത് ജോയിന്റ് ആയിട്ട് എടുക്കുന്നു, ഞാനും എന്റെ വൈഫും കൂടി എടുക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാലും മറ്റേ ആൾക്ക് എന്ത് കിട്ടുന്നു, ടോട്ടൽ എമൗണ്ട് കിട്ടുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജോയിന്റ് ലൈഫ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ആനുവിറ്റി പോളിസി. ഇൻ ദിസ് പോളിസി ഗെറ്റ്സ് എ റെഗുലർ പേയ്മെന്റ് ആഫ്റ്റർ ദ അറ്റൈൻമെന്റ് ഓഫ് എ പർട്ടിക്കുലർ ഏജ്. നമ്മളൊരു പെൻഷൻ പോളിസി പോലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ ചെയ്യുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ആനുവിറ്റി പോളിസി എന്ന് പറയുന്നത്. നമുക്കൊരു സെർട്ടൻ 60+ ഏജ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം, മന്ത്ലി എനിക്ക് ഒരു റിട്ടേൺ കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആനുവിറ്റി പോളിസി എന്ന് പറയുന്നത്. ഒരു പെൻഷൻ സ്കീം പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത് ആലോചിച്ച് വെച്ചാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അടുത്തതാണ് ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സെർട്ടൻ ഏജിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇയർലിയോ മന്ത്ലിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ പണം ഇങ്ങനെ അടച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു കുട്ടിക്ക് ഒരു ഗ്രാജുവേഷൻ പീരീഡ് ആവുമ്പോൾ അത് എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചിൽഡ്രൻസ് പോളിസി എടുക്കുന്നു, എൻഡോമെന്റ് പോളിസി എടുക്കുന്നു. ഓക്കെ, ഇത്രയും പോളിസീസ് ആണ് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസി വർക്ക് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു 3 മാർക്കിനൊക്കെ ചോദിച്ചേക്കാം, ചിലപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെ വന്നേക്കാം എന്ന് പ്രതീക്ഷ ഉള്ളതാണ്. ഇനി നമുക്ക് എവിടേക്ക് പോവാം, പെട്ടെന്ന് തന്നെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോവാം. ഇത് ജസ്റ്റ് ഒന്ന് പറയാനേ ഉള്ളൂ. ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ജനറൽ ഇൻഷുറൻസ് ഉണ്ട്. അതിൽ ഫയർ ഇൻഷുറൻസ് എന്താണെന്നും മെറൈൻ ഇൻഷുറൻസ് എന്താണെന്നും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. മെറൈൻ ഇൻഷുറൻസ് ഒക്കെ നമുക്കറിയാം, നമുക്ക് 3 തരത്തിലുള്ള മെറൈൻ ഇൻഷുറൻസ് ഉണ്ട്, ഷിപ്പ്, കാർഗോ, അതേപോലെ ഫ്രൈറ്റ് എന്ന് പറയുന്നുണ്ട്. അതും എല്ലാം എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഷിപ്പ് 2, കാർഗോ എന്ന് പറയുന്നതുകൊണ്ട്, മൂന്നാമത്തത് എന്തുണ്ട്, ഫ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്യാറുണ്ട്, 3 തരത്തിലുള്ള മെറൈൻ ഇൻഷുറൻസ് ഒക്കെ പറയുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ഇതെല്ലാം നിങ്ങൾ ഫെമിലിയർ ആണ്. ജസ്റ്റ് ഒന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ പോലും മിസ്സാവരുത്. ഇൻഷുറൻസിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ ഇൻഷുറൻസിന്റെ ഏത് ചോദ്യത്തിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും ഈ വീഡിയോയോട് കൂടിയിട്ട്. ഓക്കെ, വെരി ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. താങ്ക് യു.